പത്തനംതിട്ട കോന്നിയിലെ പാറമടയിലുണ്ടായ അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ തുടരുന്നു. അപകട സ്ഥലത്ത് വീണ്ടും ഇടിയുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നു. ഇറ്റാച്ചിക്ക് മുകളിൽ കൂടുതൽ പാറ കഷ്ണങ്ങൾ. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, രക്ഷാദൌത്യം ഇപ്പോഴും ദുഷ്കരമായി തുടരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം? അതിന് തീർച്ചയായും രക്ഷാദൗത്യം അവിടെ ദുഷ്കരമായി തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കൂടുതലായി പാറ ഇടിയുന്നു എന്നതാണ് ഈ ദൗത്യത്തെ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം. രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ അപകടത്തിൽ പെട്ടത്. അതിൽ ഒരാൾ ഇന്നലെ മരിച്ചിരുന്നു. അയാളുടെ മൃതദേഹം കിട്ടിയിരുന്നു. ഒഡീഷ സ്വദേശിയുടെ മൃതദേഹമാണ് കിട്ടിയത്. ഇനി ബീഹാർ സ്വദേശിക്കായാണ് തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് പാറക്കല്ലും മണ്ണും പതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ഇറങ്ങിച്ചെല്ലുകയും അടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു പ്രദേശം ആ രീതിയിലാണ് ഈ അപകടം നടന്ന സ്ഥലമെന്ന് പറയുന്നത്. അവിടെ പെട്ടെന്ന് ചെല്ലാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും ദുഷ്കരമായുള്ള കാര്യം. തുടർന്ന് ഇന്നലെ ശ്രമങ്ങളെല്ലാം തന്നെ, അതായത് രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയെങ്കിലും പിന്നീട് ദൗത്യം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഇന്ന് രാവിലെ ഈ ഡ്രോൺ പരിശോധനയടക്കം നടത്തി അതിനുശേഷം രക്ഷാദൗത്യം പുനരാരംഭിക്കാം എന്ന രീതിയിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് പോയത്. അതേ തുടർന്നാണ് ഇന്ന് രാവിലെ രക്ഷാദൗത്യം പുനരാരംഭിച്ചത്. NDRFിന്റെ സംഘവും ഫയർഫോഴ്സിനൊപ്പം ഈ രക്ഷാദൗത്യത്തിലുണ്ട്. എന്തായാലും NDRF അംഗങ്ങൾ 2-3 പേർ അവിടെ ആ സ്ഥലത്തേക്ക് വടം കെട്ടിയിറങ്ങി കല്ലുകളടക്കം നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ ഈ പാറക്കല്ല് ഇടിയുമോ എന്നൊരു കാര്യം അവിടെയുണ്ട്. അത് ആ രീതിയിൽ നേരത്തെ പാറക്കല്ല് ഇടിയുന്നൊരു സാഹചര്യം ഇന്നും ഉണ്ടായി എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. ഇതാണ് ഏറ്റവും കൂടുതൽ ദുഷ്കരമാക്കുന്ന ഈ ദൗത്യത്തെ ദുഷ്കരമാക്കുന്ന ഒരു കാര്യം. ഇനി ബീഹാർ സ്വദേശിയാണ് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും കൂടുതൽ യന്ത്രങ്ങളടക്കം എത്തിച്ചുകൊണ്ട് തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ വലിയ ക്രെയിൻ അടക്കം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നുണ്ട്. നിലവിൽ ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് പതിച്ച കല്ലുകൾ നീക്കുന്ന രീതിയാണ് അവിടെ തുടരുന്നത്. എന്തായാലും വലിയ ജാഗ്രതയോടെ തന്നെയാണ് കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. രാവിലെ പത്തനംതിട്ട ജില്ലാ കളക്ടർ അടക്കം ആ സ്ഥലത്ത് എത്തിയിരുന്നു. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. ഇന്നലെ ആണ് ഈ അപകടം ഉണ്ടായത്. പാറക്കല്ലുകൾ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് പതിച്ചാണ് അപകടം ഉണ്ടായത്. പയ്യനാമൺ ചെങ്കുളത്താണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. കോന്നിക്കടുത്താണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. അവിടെയാണ് ഈ വലിയ അപകടം ഉണ്ടായത്. രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ അപകടത്തിൽ പെട്ടത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആതിര, തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ, രക്ഷാപ്രവർത്തനമാണ് വളരെ പ്രധാനപ്പെട്ടത്. യന്ത്രങ്ങളടക്കം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. NDRF സംഘങ്ങളടക്കം സ്ഥലത്ത് ഇപ്പോഴും രക്ഷാദൗത്യം നടത്തുകയാണ്. ഈ നാട്ടുകാരുടെ ഒരു പ്രതികരണം, ഈ കോറിയുടെ പ്രവർത്തനം അനുമതിയില്ലാതെയാണ് അടക്കമുള്ള കാര്യങ്ങളും ഈ നാട്ടുകാർ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അതിന് തീർച്ചയായും ആ രീതിയിൽ ഒരു ആക്ഷേപമുണ്ട്. എന്തായാലും ഇത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം നാട്ടുകാരടക്കം ഇന്നലെ എല്ലാം തന്നെ ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത്. ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനോട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ജനങ്ങളുടെ അവിടെ പ്രദേശവാസികളുടെ അടക്കം പരാതി അടക്കം പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇതിൻ്റെ പ്രവർത്തന അനുമതി ഇതിനില്ല എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളെല്ലാം തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് കളക്ടർ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനോട് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ അപകടം വലിയൊരു ആഘാതം തന്നെയാണ് ഉണ്ടായത് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ പത്തനംതിട്ടയിൽ ഖനനമടക്കം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ ഒരു ജാഗ്രത തന്നെയാണുള്ളത്. കൂടുതൽ കല്ല് ഇടിയുന്നത് വലിയ രീതിയിലുള്ള ഈ രക്ഷാദൗത്യത്തിന് വലിയൊരു ഭീഷണിയാവുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഇതിന് സമീപത്തേക്ക് എത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നും ആ രീതിയിൽ തന്നെയാണ് NDRF സംഘം വടം കെട്ടിയാണ് ഈ മുകളിൽ നിന്നും ഈ ഹിറ്റാച്ചി ഈ കിടക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങിയതെന്നതാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ ഈ രക്ഷാപ്രവർത്തന ഇടയിലും ഈ കല്ലുകൾ താഴേക്ക് വീഴുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ രീതിയിൽ കല്ലുകൾ വീണ്ടും അവിടെ താഴേക്ക് പതിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇന്ന് രാവിലെയും കല്ലുകൾ പതിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് തന്നെയാണ് ഏറ്റവും സങ്കീർണമാകുന്ന ഒരു സാഹചര്യം. എന്തായാലും ദൗത്യസംഘം ഉണ്ട്. അവർ ഈ സംഭവം ഉണ്ടായ സ്ഥലത്തേക്ക്
എത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പതിച്ചിരിക്കുന്ന ചെറിയ കല്ലുകളെല്ലാം തന്നെ ഈ സംഘം നീക്കുന്നുണ്ട്, പാറകഷ്ണങ്ങൾ നീക്കുന്നുണ്ട്. കൂടുതൽ യന്ത്രങ്ങളും കൂടി എത്തിച്ച് വളരെ വേഗം തന്നെ ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അതിനായി വലിയ യന്ത്രങ്ങൾ, ക്രെയിൻ അടക്കമുള്ള വലിയ യന്ത്രങ്ങൾ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആതിര. ശരി, ഉണ്ണികൃഷ്ണൻ. പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സിനൊപ്പം NDRF സംഘവും തിരച്ചിൽ നടത്തുന്നുണ്ട്. ദൗത്യസംഘം ഹിറ്റാച്ചി അടക്കമുള്ള വലിയ യന്ത്രങ്ങൾ നടത്തിയുള്ള രക്ഷാ ദൗത്യമാണ് നടത്തുന്നത്. ഈ രക്ഷാ ദൗത്യത്തിൽ വളരെ ദുഷ്കരമാകുന്നത് ഈ പാറയിടുന്ന അടക്കമുള്ള കാര്യങ്ങളും ഈ രക്ഷാ ദൗത്യത്തിന് ദുഷ്കരമായി തുടരുകയാണ്.